നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ഷെയ്ഖ് ഹസീനയെ ജനാധിപത്യ വിരുദ്ധമായി പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് പുറത്താക്കുന്നതിലേക്ക് നയിച്ച വിദ്യാർത്ഥി പ്രതിഷേധത്തിൽ പങ്കെടുത്ത ന്യൂട്ടൺ ദാസ് എന്ന ബംഗ്ലാദേശി പൗരൻ ഇന്ത്യൻ സംസ്ഥാനമായ പശ്ചിമ ബംഗാളിൽ വോട്ടറായി മാറി. ഇതോടെ പശ്ചിമ ബംഗാളിലെ അസ്ഥിരമായ രാഷ്ട്രീയ രംഗത്ത് പുതിയൊരു വിവാദം പൊട്ടിപ്പുറപ്പെട്ടു. ശനിയാഴ്ച ജൂൺ 7 പ്രസിദ്ധീകരിച്ച ഒരു റിപ്പോർട്ടിലാണ് TV9 ബംഗ്ല ഈ വെളിപ്പെടുത്തലുകൾ ആദ്യം നടത്തിയത്. പശ്ചിമ ബംഗാളിലെ സൗത്ത് 24 പർഗാനാസ് ജില്ലയിലെ കാക്ദ്വീപ് പട്ടണത്തിലെ വോട്ടർ പട്ടികയിൽ ബംഗ്ലാദേശി പൗരന്റെ പേര് ഇടം നേടിയിട്ടുണ്ട്. ന്യൂട്ടൺ ദാസിന്റെ മണ്ഡലം കാക്ദ്വീപ് ആണെങ്കിലും പാർലമെന്ററി മണ്ഡലം മധുരാപൂരിലെ സംവരണ സീറ്റാണ്. ന്യൂട്ടൺ ഒരു ബംഗ്ലാദേശി പൗരനാണെന്ന് അദ്ദേഹത്തിന്റെ സഹോദരൻ ഇന്ത്യയിൽ താമസിക്കുന്ന തപസ് ദാസ് സമ്മതിച്ചിരുന്നു. ഭരണകക്ഷിയായ തൃണമൂൽ കോൺഗ്രസുമായി ബന്ധമുള്ള ഒരു വിദ്യാർത്ഥി നേതാവിനൊപ്പം ന്യൂട്ടൺ ദാസ് നിൽക്കുന്ന ഫോട്ടോ BJP പുറത്തുവിട്ടു. ബംഗ്ലാദേശി കുടുംബത്തിലെ അംഗങ്ങൾ ഉൾപ്പെടെ നിരവധി പേർ കാക്ദ്വീപിലെ സ്വാമി വിവേകാനന്ദ ഗ്രാമപഞ്ചായത്തിന് കീഴിലുള്ള ദാസ്പാരയിലാണ് മുൻപ് താമസിച്ചിരുന്നതെന്ന് പാർട്ടി ആരോപിച്ചു. TV9 ബംഗ്ലയുടെ റിപ്പോർട്ട് പ്രകാരം പ്രതി പഠനത്തിനായി ഇന്ത്യയിലെത്തിയതായും അതിനുശേഷം ബംഗ്ലാദേശിലേക്ക് മടങ്ങിയതായും റിപ്പോർട്ടുണ്ട്. ന്യൂട്ടൺ ദാസ് ഒരു പ്രാദേശിക വോട്ടറാണെന്ന് കാക്ദ്വീപ് പഞ്ചായത്ത് അംഗം സ്ഥിരീകരിച്ചു. എന്നാൽ അദ്ദേഹത്തിന് ബംഗ്ലാദേശുമായുള്ള ബന്ധത്തെക്കുറിച്ച് അറിയില്ലെന്നും അവകാശപ്പെട്ടു. 2024 ബംഗ്ലാദേശിൽ നടന്ന വിദ്യാർത്ഥി പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തതിന്റെ ചിത്രങ്ങൾ ഓൺലൈനിൽ പ്രത്യക്ഷപ്പെട്ടതോടെയാണ് പ്രതി കുഴപ്പത്തിലായത്. ഷെയ്ഖ് ഹസീന സർക്കാരിനെതിരെ നടന്ന പ്രകടനങ്ങളിൽ വടികളും പതാകകളുമായി ഇയാൾ പോസ്റ്റ് ചെയ്യുന്നത് കണ്ടു. എഗിയെ ബംഗ്ല മോഡലിന്റെ മറ്റൊരു തിളക്കമാർന്ന ഉദാഹരണം. ബംഗ്ലാദേശിലെ കോട്ട പരിഷ്കരണ പ്രസ്ഥാനത്തിൽ വടിയുമായി കണ്ട അതേ ന്യൂട്ടൺ ഇപ്പോൾ പശ്ചിമ ബംഗാളിലെ കാക്ദ്വീപിൽ രജിസ്റ്റർ ചെയ്ത വോട്ടറാണ് എന്ന് BJP പശ്ചിമ ബംഗാൾ സുഗാന്ത മജുംദാർ ട്വീറ്റ് ചെയ്തു. BJPയുടെ മധുരാപൂർ ഓർഗനൈസേഷൻ ജില്ലാ സെക്രട്ടറി സഞ്ജയ് ദാസ് പറയുന്നതനുസരിച്ച് ഭരണകക്ഷിയായ തൃണമൂൽ വോട്ടർ കാർഡുകൾ നിർമ്മിച്ച് പൗരത്വം നൽകി തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ ബംഗ്ലാദേശി ജിഹാദികളെ ഈ രാജ്യത്തേക്ക് കൊണ്ടുവരുന്നു. ന്യൂട്ടൺ ബംഗ്ലാദേശ് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വിദ്യാർത്ഥി നേതാവുമൊത്തുള്ള അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ ഞാനിവിടെ കണ്ടു. അദ്ദേഹം ബംഗ്ലാദേശിൽ നിന്ന് വന്നു ഈ രാജ്യത്തിനെതിരെ സംസാരിക്കുന്നു. അവർക്കെതിരെ അടിയന്തര നടപടി സ്വീകരിക്കണം. TMC ആരോപണങ്ങൾ നിഷേധിച്ചു. അതിർത്തി സുരക്ഷയുടെ ഉത്തരവാദിത്തം അമിത്ഷാ നയിക്കുന്ന കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന അതിർത്തി സുരക്ഷാ സേനയ്ക്കാണ് എന്ന് അഭിപ്രായപ്പെട്ടു. വോട്ടർ പട്ടികയിൽ കൃത്രിമം കാണിച്ചതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂട്ടുനിൽക്കുന്നുവെന്ന് ആരോപിച്ച് പാർട്ടിയും ആശങ്കകൾ ഉന്നയിച്ചിട്ടുണ്ട്. ഇരുവശത്തു നിന്നും വർദ്ധിച്ചു വരുന്ന ആരോപണങ്ങൾക്കിടയിൽ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി വ്യാജ വോട്ടർമാരെ തിരിച്ചറിയാൻ മുമ്പ് ഒരു കമ്മിറ്റി രൂപീകരിച്ചിരുന്നു. BJPയുടെ അവകാശവാദങ്ങൾക്ക് മറുപടിയായി എല്ലാ ആരോപണങ്ങളും നിഷേധിച്ചുകൊണ്ട് ന്യൂട്ടൺ ദാസ് ഒരു വീഡിയോ പ്രസ്താവനയും പുറത്തിറക്കി. ഞാൻ കാക്ദ്വീപിലെ താമസക്കാരനാണ്. 2024 പൂർവികരുടെ ഭൂമി പ്രശ്നങ്ങൾ കാരണം ഞാൻ ബംഗ്ലാദേശിലേക്ക് പോകേണ്ടി വന്നു. ജൂലൈയിൽ നടന്ന ഒരു പ്രതിഷേധത്തിൽ ഞാൻ പങ്കെടുത്തു. എന്നാൽ പ്രചരിക്കുന്ന കിംവദന്തികൾ അടിസ്ഥാനരഹിതമാണ്. 2014 മുതൽ ഞാൻ ഇവിടെ വോട്ടറാണ്. എൻ്റെ കൈവശം ആധാർ കാർഡുണ്ട്. ഞാൻ നമ്മുടെ പ്രാദേശിക MLA മന്ദുറാം പഖീരയ്ക്ക് വോട്ട് ചെയ്തു. 2017 എൻ്റെ വോട്ടർ കാർഡ് നഷ്ടപ്പെട്ടതിന് ശേഷം 2018 എൻ്റെ വോട്ടർ കാർഡ് വീണ്ടും നൽകി. ഇതൊരു പ്രത്യേക സമൂഹം എനിക്കെതിരെ നടത്തിയ ഗൂഢാലോചനയാണ്, ഇയാൾ വീഡിയോയിൽ പറയുന്നു. ഇന്ത്യയിലിരുന്നു കൊണ്ട് ബംഗ്ലാദേശിലെ കോട്ട പ്രസ്ഥാനത്തിൽ ആരൊക്കെ ഉൾപ്പെട്ടിരുന്നുവെന്നും ആരൊക്കെ ഉൾപ്പെട്ടിട്ടില്ലെന്നും ഞങ്ങൾക്ക് അറിയാൻ കഴിയില്ല. ന്യൂട്ടൺ ദാസുമായി എനിക്ക് രാഷ്ട്രീയ ബന്ധങ്ങളില്ല. ഞങ്ങൾ സഹപാഠികളായിരുന്നു. ഒരു ദശാബ്ദത്തിലേറെയായി 2021 വീണ്ടും കണ്ടുമുട്ടി എന്ന് പറഞ്ഞുകൊണ്ട് സുന്ദർബൻസ് ഓർഗനൈസേഷൻ ഡിസ്ട്രിക്റ്റിനായുള്ള തൃണമൂൽ ഛത്ര പരിഷത്തിന്റെ പ്രസിഡന്റ് ദേബാഷിസ് ദാസ് ന്യൂട്ടണുമായുള്ള തന്റെ ബന്ധം വ്യക്തമാക്കി. ഒരു ഭൂമി സംബന്ധമായ പ്രശ്നത്തിനാണ് ഇയാൾ എൻ്റെ അടുത്ത് വന്നത്. പ്രചരിപ്പിക്കപ്പെടുന്ന ചിത്രം ഒരു ജന്മദിന പാർട്ടിക്കിടെ എടുത്തതാണ്. അതിൽ പലരും പങ്കെടുത്തു. ആ ചിത്രം വഴി തെറ്റായ സന്ദേശം അയക്കപ്പെടുന്നുവെന്നും ഇയാൾ കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.